സെറീന, ഇത് ഞാനാണ് സെറീന, പപ്പൻ. സെറീന, 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 നിക്ക് സെറീന, സെറീന, സെറീന. ഞാൻ റെഡി അല്ലേ? എത്ര നേരം ഇവിടെ കാണിക്കുന്നു? ഡാഡിക്കില്ലേ നിർബന്ധം ഞാനും കൂടെ വേണമെന്ന്? ഇനി തർക്കിക്കാനൊന്നും നേരമില്ല, ഇപ്പോഴേ ലേറ്റ് ആയി. കമോൺ, പോകുന്ന വഴിക്ക് പപ്പനെ കൂടെ കൂട്ടിക്കൊണ്ട് പോവാം. വേണ്ട ഡാഡി, പപ്പനെ ഇപ്പൊ കാണണ്ട. പിന്നെ പിണങ്ങിയോ? പിണക്കൊന്നുമില്ല, ഞങ്ങൾ തമ്മിലൊരു വാശിയില്ല. നിങ്ങളുടെ ഒരു പിണക്കമൊക്കെ ഞാൻ ഇപ്പൊ അവനെ കൂട്ടിക്കൊണ്ടിരുന്നു. വേണ്ട ഡാഡി, എന്നെ ഇനി കല്യാണപ്പന്തലിനെ കാണുന്ന പപ്പൻ പറഞ്ഞിരിക്കുന്നത്. അതുവരെ തമ്മിൽ കാണാതെ കഴിയണം. അത് നമുക്ക് ആലോചിക്കാം. എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് വന്നു ചിരിക്കുന്നു. ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യാനാ? എന്റെ പപ്പ നിന്നോട് ഞാൻ അന്നേരെ പറഞ്ഞില്ലേ, ഈ ഭൂമുഖത്ത് നിനക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. നീ ഇപ്പൊ വെറും ആത്മാവ് മാത്രമാ. ശരീരമില്ലാത്തത്തോളം കാലം ഈ ഭൂമിയിൽ നിന്നെ ആർക്കും കാണാനോ കേൾക്കാനോ പറ്റില്ല. എങ്കിൽ എനിക്കൊരു ശരീരം തരണം. അതിനിപ്പോ ഞാനെന്തോ ചെയ്യാനോ? അവരെ നശിപ്പിച്ചു കളഞ്ഞില്ലേ? അതൊന്നും എനിക്കറിയണ്ട. എനിക്കൊരു ശരീരം വേണം. ആരും കേൾക്കാനോ കാണാനോ വയ്യാത്ത അവസ്ഥയിൽ എനിക്ക് കഴിയാൻ വയ്യ. നിങ്ങൾക്ക് പറ്റിയ അബദ്ധത്തിന് ഇപ്പൊ ദുരിതം അനുഭവിക്കുന്ന ഈ ഞാനാ. നിന്റെ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം. നിന്റെ ആയുഷുമായി മറ്റൊരു പപ്പൻ ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. വല്യമംഗലത്ത് പപ്പനാവൻ എന്ന പപ്പൻ. അമ്മാവോ, അമ്മാവോ, അമ്മാവോ. എന്താടാ ചെവിയെ കിടന്ന് കാണുന്നത്? മനുഷ്യന് സ്വസ്ഥമായിട്ട് കിടന്നൊന്ന് ഉറങ്ങാനും സമ്മതിക്കൂലേ? എല്ലാവരും കുറച്ചൊന്ന് മാറി നിൽക്കുക. അമ്മാവിന് കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടിട്ടാ. എല്ലാവരും ഒന്ന് മാറിയ, ഒന്ന് ഞൊന്നേ, വലിയ ശഞ്ഞൊന്നേ, ഒന്ന് മാറിയേ. എല്ലാവരും ഒന്ന് പുറത്ത് കിടന്ന് നിൽക്കുക. നമ്മളൊക്കെ ഒന്ന് സഹകരിക്കുക. അതിന് ശരി. അതെ, നീ എന്താടാ സകലമാന പേരും വന്നിട്ടുണ്ടല്ലോ, വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും ഒക്കെ. അല്ല അമ്മാവന് ഇപ്പൊ പ്രത്യേകിച്ച് അസുഖം വല്ലതും തോന്നുന്നുണ്ടോ? ഉണ്ട്. എന്താണാവോ? ആയ കാലത്ത് കല്യാണം കഴിച്ചില്ലല്ലോ എന്നൊരു വിഷമം. അയ്യോ, അതിനെന്തിനാ അമ്മാവൻ വിഷമിക്കുന്നേ? ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? എന്തിനാ എന്നെ കൊല്ലാനോ? അല്ല, ഞാനും അമ്മണി 3 ദിവസമായിട്ട് ഉറക്കം വെച്ച് ഇവിടെ കാത്തു കുത്തിരിക്കുക. അതറിയാവോ? അത് തന്നെയായ എന്റെയും വിഷമം. എന്ത്? എനിക്ക് ഭാര്യ മക്കളും ഉണ്ടായിരുന്നെങ്കിൽ നീയൊന്നും സ്വത്തും മോഹിച്ച് ഇവിടെ വന്ന് ഉറക്കം നിൽക്കേണ്ടി വരില്ലായിരുന്നു. നീ അവിടെ നിന്ന് എന്തോ ചെയ്യുവാടാ? ഞാനേ അമ്മാവന്റെ കാല് തിരുമ്പുക. സുഖമുണ്ടോ അമ്മാവ? എരപ്പ അവിടെ നിന്ന് വാളം പിടിച്ച് തൊട്ടാലറിയാത്ത കാലെ തിരുമ്മിയാ മനുഷ്യനെ സൂപ്പിക്കുന്നത്. എനിക്ക് പോടാ അവിടെ. ഭൂമിയിൽ ഈ പട്ടികൾക്ക് മാത്രമേ നമ്മളെ കാണാൻ കഴിയും. അത് വല്ലാതെ കുറയ്ക്കുന്നില്ല. കുറച്ചോട്ടാന് നിനക്കെന്താ? കൂട്ടുകാരല്ലേ? ഭൂമിയിലുള്ള ഓരോ ജീവിക്കും അതിൻ്റെതായ ധർമ്മമുണ്ട്. പട്ടിയുടെ ധർമ്മം കുറയ്ക്കുക എന്നുള്ളതാണ്. നീ ഇവിടെ നിൽക്കും, ഞാൻ അകത്ത് പോയി പപ്പനാവനെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് കൊള്ളാലോ. ഏത് പോലീസുകാരൻ കൊടുത്താലും കിട്ടും 100 രൂപ. ഡാ അവസ്ഥ അറിയാതെ വെറുതെ കുറച്ച് തൊണ്ട പൊട്ടിക്കല കേട്ടാ. എന്തിനാ വെറുതെ അവരാവശ്യമില്ലാതെ കുറയ്ക്കണേ? എന്തിനാ അത്?
അയ്യോ എന്റെ അമ്മാവൻ തത്തേ ചവിട്ടി ഞാൻ ആദ്യം പോട്ടെ എന്റെ അമ്മാവനാ. ഇതാരാ? ഇതാണ് പപ്പനാവൻ എന്ന പപ്പൻ. ഇതിനെയാണോ ശരിക്കും നോക്ക്. അയാൾക്ക് വാദം ഉണ്ടെന്നല്ലേ പറഞ്ഞു? ആളിത് തന്നെയാ. വാദവും പിത്തമൊക്കെ ശരീരത്തിലേ ഉള്ളൂ, ആത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊക്കെ ആരാ? ഞാൻ കാലനാ. അല്ല, ആത്മാവ് ബോധം കെട്ട് വീഴോ? ഇതൊക്കെ ഇവന്റെ അടവല്ലേ. നീ അകത്തേക്ക് അല്ലേ, ഇവന്റെ ശരീരമാക്കി വെച്ചിട്ടുണ്ട്. ചെന്ന് കയറിക്കോ, താമസിക്കണ്ട. ഇടാ പേടിക്കാനൊന്നുമില്ലടാ. എന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശരീരത്തിലേക്ക് ഇടിച്ചങ്ങ് കയറിച്ചാ മതി. ചെല്ല്. പിന്നെ ഒരു കാര്യം, ഇനിയുള്ളതിന്റെ 7 ദിവസം ഇവിടെ കഴിഞ്ഞോണം. ചുമ്മാ എന്നെ ശല്യപ്പെടുത്തരുത്. അമ്മാവൻ ഞങ്ങളെ വിട്ടേച്ച് പോയല്ലോ. മര്യാദ കിടന്നുറങ്ങിക്കൂ. 2 ദിവസത്തെ ഉറക്കക്ഷീണമുണ്ട് മുഖത്ത്. അപ്പുറത്തേക്ക് എന്നാലേ മരിപ്പറിയിക്കാനെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടന്ന് ഓടേണ്ടി വരും. ഞാനിവിടെ കിടന്ന സംഗതി ആ കുഴ കിട്ടാമണി. ഒറ്റെണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളൂല. അവര് കൊറേ കുഴയ്ക്കും. ഇല്ല. ഈ അമ്മിണിയുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഓരോരുത്തർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കൂ. ആരെങ്കിലും ചോദിച്ചാലേ ഞാനിവിടെ ദുഃഖം കൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞാൽ മതി. അത് പിന്നെ പറയാനുണ്ടോ? നാളെ 10 മണിക്ക് മുമ്പ് ഈ ചടങ്ങൊക്കെ ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്ഥലം വിടായിരുന്നു. എത്ര ദിവസമായി കുട്ടികൾ പള്ളിക്കൂടത്തിൽ പോയിട്ട്? അങ്ങനെ ഇപ്പൊ പോകണ്ട. 4 കാശ് കിട്ടണായിരുന്നു എന്റെ അമ്മയുടെ ഒരു സ്കൂളിൽ പോക്ക്. അമ്മണിക്കുട്ടി നിന്നെ ആരെ വിളിക്കോ? എന്റെ അമ്മാവ ഞങ്ങളെ ഇട്ടേച്ച് പോയല്ലോ അമ്മാവ. അയ്യോ ദുഃഖം ശിരസിൽ അടിച്ചായിരിക്കും. കുറച്ച് കാറ്റ് കൊണ്ട് എല്ലാം ശരിയാവും. ചേച്ചി ചേച്ചി ചേച്ചിക്ക് എന്ത് പറ്റി? കണ്ണു തുറക്കി ചേച്ചി. ചേച്ചി അവളെ എന്നെ കണ്ടൊന്ന് പേടിച്ചതാ. എന്തായി? എന്ത് പറ്റി? അയ്യോ അയ്യോ എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി? എന്ത് പറ്റിയടി? പേടിക്കാനൊന്നുമില്ല ഏട്ടാ, ഒരു ബോധക്ഷേമ. അളിയന്റെ നോട്ടം കണ്ട ഞങ്ങളെ ഏതാണ്ട് ചെയ്തിട്ടാണ് തോന്നുമല്ലോ. നിങ്ങളൊക്കെ എന്തും ചെയ്യാൻ മടിയില്ലാത്തതെന്ന് എനിക്കറിയാവടാ. അയ്യോ ഞങ്ങളൊന്നും ചെയ്തതല്ല. മിണ്ടിപ്പോന്ന് കൊല്ലും ഞാൻ, കൊന്നുകളയും ഞാൻ. ഇവിടെ എന്താ നടന്ന ആളെ ഞാൻ അറിയാത്തോണ്ടാ. എനിക്കറിയണം. മാത്രമല്ല ഞാൻ ആരാന്ന് ഇവരൊക്കെ അറിയിക്കാൻ വേണം. എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് പറയടാ. പറയില്ലല്ലേ? അറിയണമെങ്കിൽ അങ്ങോട്ടില്ല. എങ്ങോട്ട്? അങ്ങോട്ട്. ഞാൻ അങ്ങോട്ട് മാത്രമല്ല എങ്ങോട്ടും ചെല്ലും ഞാൻ. അറിയാവോ? നിങ്ങൾ ആരും പറയില്ലല്ലോ എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന്. എനിക്കറിയാം. എന്റെ അമ്മ എന്ത് ചെയ്തോന്ന് എനിക്കറിയാം. അറിയാവോ? ഒരൊറ്റ ഞാൻ വെറുതെ വിടില്ല. എന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. എന്റെ അമ്മ
ബാസ്റ്റേഡ്. വൈകിയാണ് അറിഞ്ഞത്. ഞാനല്പം താമസിച്ചു പോയി. എവിടെയാണാവോ പരേതന്റെ മൃതദേഹം? അങ്ങോട്ട് എന്നാ മതി. ഞാനിവിടുത്തെ MLA. അത് ഈ വേഷം കണ്ടപ്പോ തന്നെ മനസ്സിലായി. എതിർ കക്ഷിക്കാരാണെന്ന് തോന്നുന്നു. ഇവനെ നോട്ട് ചെയ്തേക്കൂ. ഇപ്പോഴൊന്നും വേണ്ട. മരണം ഇവിടെ അല്ലേ. സംയമനമാണ് ഇവിടെ നല്ലത്. വരൂ. താനെന്താ ഒരു ഘോഷയാത്രയായിട്ട് ഇങ്ങോട്ട്? അയ്യോ, ഇത് ഘോഷയാത്ര ഒന്നുമല്ല. എല്ലാം നമ്മുടെ കുട്ടികളാണ്. നമ്മുടെ കുട്ടികളോ? തന്റെ കുട്ടികളായിരിക്കും. പപ്പൻ ചേട്ടൻ അറിയാമല്ലോ, ഒരു MLA എന്ന് പറയുമ്പോ അയാൾക്ക് ആ നിയോജക മണ്ഡലത്തിലുള്ള എല്ലാ വീടുകളുമായി ബന്ധം കാണും. ഇതെന്തായത്? ഇത് നമ്മുടെ പാർട്ടിയുടെ വക ഒരു സന്തോഷം. നമ്മുടെ പാർട്ടിയോ? പപ്പൻ ചേട്ടൻ എന്റെ പാർട്ടിക്കാരാണല്ലോ. ഞാൻ പഴയ പപ്പനല്ല. പഴയതായാലും പുതിയതായാലും ഞങ്ങൾക്ക് പപ്പൻ ചേട്ടനെ മറക്കാനാവില്ല. നിങ്ങൾ വന്ന കാര്യം പറയണം. ഒരു ഫോട്ടോ എടുക്കുന്നതിൽ വിരോധമില്ലല്ലോ. എന്ത് വിരോധം? ഫോട്ടോ. പപ്പൻ ചേട്ടൻ ഒന്നും തോന്നരുത്. നാളെയും മറ്റന്നാളും എനിക്ക് തീരെ സമയമില്ല. അതുകൊണ്ടാണ് ഇത് ഇന്ന് തന്നെ ആക്കിയത്. ഒരു നിമിഷം കണ്ണടച്ചു, പ്ലീസ് പ്ലീസ്. എടുത്തോളൂ. എടുക്കാൻ പറ്റേ? അപ്പോഴേ ഇങ്ങോട്ട് വാ. പോവുകയാണെങ്കിൽ കുന്തോ കൊണ്ടുപോ. എടുത്തോളൂ. എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കൂ. കളയണ്ട, ഇനിയും ഉപയോഗിക്കാം. എന്തൊരു ഉറക്കമാണോ ഇത്? ആരാ? ഞാനാ, കാലൻ. അങ്ങനെ നോക്കിയാലൊന്നും എന്നെ കാണില്ല. നശ്വരമായ ശരീരത്തിലിരിക്കുന്ന നിനക്ക് അനശ്വരനായ എന്നെ കാണാൻ സാധിക്കില്ല. നിനക്കൊരു ശരീരമുണ്ടെന്നുള്ള ചിന്ത വെടിഞ്ഞ് എന്നെ ധ്യാനിക്കുക.